കുടമാളൂരിൽ തളിർത്ത് മുത്തുച്ചിറയിൽ വളർന്ന് ക്ലാരമഠത്തിൽ വിരിഞ്ഞ് പൂമുഖമാകെ സുഗന്ധം പരത്തിയ നെറുമലർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് മെൽറോസ് പി മേജോ. ആരെക്കുറിച്ചായിരിക്കും ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അതെ, സഹനങ്ങളുടെ കൂട്ടുകാരി, ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിത വിശുദ്ധ അൽഫോൺസാമ്മ. വിശുദ്ധയുടെ ജീവിതത്തിലൂടെ നമുക്കും കടന്നു പോകാം. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൺസാമ്മ അനേകായിരങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ ആവേശം പകർന്നു നൽകാനായി ഉരുകിത്തീരുന്ന മെഴുകുതിരിനാളാണ് 1910 ഓഗസ്റ്റ് 19 കോട്ടയം ജില്ലയിലെ കുടമാളൂർ ഇടവകയിൽ മുട്ടത്ത് പാടത്ത് എന്ന കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ പുത്രിയായി വിശുദ്ധ അൽഫോൺസ ജനിച്ചു. നന്നേ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടി എന്ന അൽഫോൺസയെ വളർത്തിയത് പേരമ്മയും വല്യമ്മയും ചേർന്നാണ്. അതിസുന്ദരിയായി വളർന്നു വന്ന അന്നക്കുട്ടിയെ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് വിവാഹം നടത്താൻ പേരമ്മ തീരുമാനിച്ചു. അന്നക്കുട്ടിയാകട്ടെ കർത്താവിൻ്റെ മണവാട്ടിയാകാൻ അതിയായി ആഗ്രഹിച്ചു. കഠിനമായ സഹനങ്ങൾക്കൊടുവിൽ 1930 മെയ് 19 സഭാവസ്ത്രം സ്വീകരിച്ചു. ജീവിതത്തിൽ മറ്റാരും അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളും വിഷമതകളും രക്തസ്രാവവും പനിയും ചുമയും അവരുടെ ജീവിതാവസാനം വരെ നീണ്ടുനിന്നു. 1946 ജൂലൈ 28 ഈ ലോകജീവിതം അവസാനിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അന്നക്കുട്ടിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കുരിശു തന്നാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നത്, അവിടുന്ന് തരുന്ന കാസ ഞാൻ മട്ടോളം കുടിച്ചെറുക്കും എന്ന അൽഫോൺസാമ്മയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും മാർഗദീപമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.